നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ സർക്കാർ ഏകോപനം പാളുന്നു എന്ന വിമർശനം വളരെ ശക്തമായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി മുരളീധരൻ ഇന്ന് കോഴിക്കോടേക്ക് എത്തുന്നത്. പി.വി. കുട്ടൻ കൂടി എന്നോടൊപ്പം കോഴിക്കോട് ചേരുകയാണ്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. കുട്ടൻ, നേരത്തെ പലതവണ നിപ എന്ന് പറയുന്ന വൈറസ് കോഴിക്കോട് ജില്ലയിൽ സ്ഥിരീകരിച്ചതാണ്, രോഗം ബാധിച്ചത് നമ്മൾ കണ്ടതാണ്, അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചതാണ്. അന്നൊന്നും ഒരു പ്രതിഷേധത്തിന്റെയോ അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെടേണ്ട സാഹചര്യമോ ഉണ്ടായിട്ടില്ല അന്നത്തെ ആരോഗ്യമന്ത്രിമാർക്ക് ജില്ലയിലേക്ക് വരാൻ. പക്ഷേ ഇന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തേണ്ടി വന്നിരിക്കുന്നു. കെ മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് കോഴിക്കോട് ജില്ലയിലേക്ക്, നിപ ബാധിച്ച ജില്ലയിലേക്ക് എത്താൻ. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം? എന്തെങ്കിലും ഒരു വ്യക്തത സർക്കാർ സംവിധാനങ്ങൾക്കുണ്ടോ? മനു, കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടോടുകൂടിയാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജ് സ്വദേശിക്ക് ഇത്തരത്തിൽ 43 വയസ്സുകാരന് നിപ ബാധയുണ്ടെന്നൊരു സംശയം വരുന്നു. അന്ന് രാത്രി തന്നെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ ദിവസം മുഴുവൻ കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ ബീച്ച് ആശുപത്രിയിലുമൊക്കെയുള്ള ചില ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഈ നിപ ബാധ സംബന്ധിച്ചുള്ള വിവരം വളരെ കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം പക്ഷേ ഇവിടെ കോഴിക്കോട് നിൽക്കാതെ അടിയന്തരമായി തിരക്കിട്ട് അന്ന് വൈകിട്ടത്തെ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു. രാത്രി തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുന്നത്. സ്വാഭാവികമായും അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം കോഴിക്കോട്ടേക്ക് എത്തും എന്നുള്ളതാണ് ഈ ജില്ലക്കാരൊക്കെ പ്രതീക്ഷിച്ചത്. കാരണം കഴിഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 2018 ആദ്യമായി നിപ സ്ഥിരീകരിച്ച ഘട്ടത്തിൽ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചർ ആ ഘട്ടത്തിൽ തന്നെ കോഴിക്കോടെത്തി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ്, ആഴ്ചകളോളം ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിനുശേഷം ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജും അന്ന് ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി PM മുഹമ്മദ് റിയാസും ഒക്കെ മുഴുവൻ ദിവസങ്ങളും കോഴിക്കോട് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക്, പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നു. അത് ഉദ്യോഗസ്ഥർക്കിടയിൽ, ആരോഗ്യ പ്രവർത്തകർക്കിടയിലൊക്കെ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിലും വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കും. അത്തരത്തിൽ മന്ത്രി തന്നെ നേരിട്ട് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ അത് അതീവ ജാഗ്രതയുള്ള ഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി മന്ത്രി തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ സ്വാഭാവികമായും കൂടെയുള്ളവർക്ക് അവരുടെ ആത്മവിശ്വാസം വലിയ രീതിയിൽ വർദ്ധിക്കും. പക്ഷേ കെ മുരളീധരൻ ചെയ്തത് കോഴിക്കോട്ട്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായിട്ട് പോലും കോഴിക്കോട്ടേക്ക് അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കിയിരുന്നില്ല. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒക്കെ ഉയർന്നു വന്നു, പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നു. പല നേതാക്കളും ഇത് സംബന്ധിച്ച് പരസ്യമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് ഇത്രയും ദിവസം പിന്നിട്ട് 4 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇന്ന് കോഴിക്കോട്ടേക്ക് എത്തുന്നത്. രാവിലെ കോഴിക്കോട്ടെത്തി അതിനുശേഷം അദ്ദേഹം ഇവിടെ കളക്ടറേറ്റിൽ ചേരുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കും. നമുക്കറിയാവുന്നതുപോലെ തന്നെ സാധാരണയായി വളരെ മികച്ച രീതിയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയൊരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇത്തവണ പലയിടങ്ങളിലും പാളി എന്നുള്ളൊരു വിമർശനം ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കണക്കുകളിൽ പോലും കൃത്യമായി വ്യക്തതയില്ല, വിവരങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല. മന്ത്രി ഒരു കാര്യം പറയുന്നു, അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ മറ്റൊരു കാര്യം പറയുന്നു. അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഇടയാക്കിയിരുന്നു, ആശങ്കകൾക്കിടയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ നിപ ബാധ സ്ഥിരീകരിച്ച പ്രദേശത്ത് സാധാരണയായി അങ്ങനെ സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾക്കൊരു ജാഗ്രതയിലേക്ക് നയിക്കുമായിരുന്നു ആരോഗ്യവകുപ്പ്. പക്ഷേ ഇത്തവണ അത്തരമൊരു നടപടികളും ഉണ്ടായില്ല. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഈ നിപ സ്ഥിരീകരിച്ച പ്രദേശം. അവിടെ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിക്കാൻ പോലും ആരോഗ്യവകുപ്പ് അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം തയ്യാറായില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം മുൻ മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഈ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് ഈ നിപ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പോലും കൃത്യമായി വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല. ആ ഘട്ടത്തിൽ അദ്ദേഹം ഇന്നലെ കലക്ടറേറ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. അതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അത്തരത്തിൽ പൂർണ്ണമായ ഒരു ഏകോപനമില്ലായ്മ, ജനപ്രതിനിധികളെ പോലും വിശ്വാസത്തിലെടുക്കാത്ത തരത്തിലേക്കുള്ളൊരു നിലപാട് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നെന്നുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട്. കൃത്യമായ ഏകോപനമില്ലായ്മയുടെ പ്രശ്നമുണ്ട്. ഏതായാലും ഈ നിപ ആരോഗ്യമന്ത്രി ജില്ലയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊന്ന്, ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതിന് ഒരു DMO കോഴിക്കോട് ജില്ലയ്ക്കില്ല. അവിടെ അങ്ങനെ ഒരു മെഡിക്കൽ ഓഫീസർ ഇല്ല. അനാഥമായി കിടക്കുകയാണ് ആ വകുപ്പ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ജനപ്രതിനിധികളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് വിവരങ്ങൾ കൈമാറേണ്ട എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് മുഹമ്മദ് റിയാസിന്, മുൻ മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ MLA-ക്ക് കുത്തിയിരിപ്പ് സമരം നടത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. എത്രമാത്രം ഗതികെട്ട് പോവുകയാണ് ഈ ആരോഗ്യ സംവിധാനങ്ങൾ? തീർച്ചയായും മനു, കാരണം DMO ഇല്ല എന്നുള്ളത് വലിയൊരു വീഴ്ച തന്നെയാണ്. ഇപ്പോഴേതാണ്ട് 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു DMOയുടെ സ്ഥാനത്ത് ഇപ്പോൾ ആരുമില്ല. അതിനുവേണ്ടി DMO സ്ഥാനത്തേക്ക് പോലും UDF-നകത്ത് വലിയ രീതിയിലുള്ള വടംവലി നടക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഷിഗല്ലയും നിപ്പയും ഒക്കെ വലിയ രീതിയിൽ ഭീതി പടർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ജില്ലയുടെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു നാഥനില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പല പ്രവർത്തനങ്ങളെയും ഏകോപനത്തെ അത് ബാധിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഈ നിപ്പ ബാധ സ്ഥിരീകരിച്ചത്. അത് മന്ത്രി PM മുഹമ്മദ് റിയാസ് പ്രതിനിധാനം ചെയ്യുന്ന ബേപ്പൂർ മണ്ഡലത്തിലാണ്. അദ്ദേഹത്തെ പോലും വിശ്വാസത്തിലെടുക്കാതെ അദ്ദേഹത്തിന് പോലും ഒരു വിവരം ലഭിക്കണമെങ്കിൽ അതുപോലും വിവരങ്ങൾ പോലും നൽകാത്ത രീതിയിലേക്ക് ആരോഗ്യവകുപ്പ് മാറുന്നു. അത്തരമൊരു നിഷേധാത്മകമായ നിലപാടാണ്. സാധാരണയായി നേരത്തെ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പരിചയമുള്ള മുൻ മന്ത്രി കൂടിയാണ് PM മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹത്തോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ സാധാരണ അതിനകത്തൊരു പ്രശ്നമില്ല. പക്ഷേ അതുപോലും രാഷ്ട്രീയ പ്രേരിതമായി മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ അദ്ദേഹം പരസ്യമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയതും കളക്ട്രേറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയതും. അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ വിപത്ത് വരുന്നൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ആരോഗ്യ സംവിധാനം മുന്നോട്ട് പോകേണ്ടത്, ഒരു ഭരണകൂടം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു വലിയ ചോദ്യം വരുന്നുണ്ട്. അതിന് നേതൃത്വം നൽകേണ്ട ആരോഗ്യമന്ത്രി തന്നെ അതിൽ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. കോഴിക്കോട്ടേക്ക് എത്തിയത് പോലുമില്ല. പക്ഷേ ഈ കടുത്ത പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് ഇന്ന് അദ്ദേഹം കോഴിക്കോട്ടേക്ക് എത്തുന്നത്. ശരി, 4 ദിവസം പിന്നിടുമ്പോൾ ആരോഗ്യമന്ത്രി പ്രതിഷേധങ്ങൾക്കൊടുവിൽ കോഴിക്കോട്ടേക്ക് എത്തുകയാണ്. നിപ പോലൊരു രോഗം സ്ഥിരീകരിച്ചിട്ട് ജനങ്ങൾ പ്രതിഷേധിക്കേണ്ടി വന്നു ആരോഗ്യമന്ത്രിക്ക് സ്ഥലത്തേക്ക് എത്തണമെന്ന് തോന്നാൻ. അതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യരംഗത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരൊറ്റ വാചകത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2018 കോഴിക്കോട് ആദ്യമായി നിപ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മുടെ സംസ്ഥാനം അന്ന് ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു വൈറസ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്ക് മുൻ പരിചയങ്ങളില്ല. പക്ഷേ എന്നിട്ടും നമ്മളെ കൊണ്ട് ആവുന്ന വിധത്തിൽ നമ്മൾ ആ രോഗത്തോട് പൊരുതി നിന്നു. നമ്മളതിനെ മറികടന്നു. പിന്നീട് പലവട്ടം ആ രോഗം കോഴിക്കോടിനെ ആക്രമിച്ചു. അപ്പോഴൊക്കെ ഒരു സർക്കാർ സംവിധാനം പാറ പോലെ മുന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ അവസ്ഥയെ മറികടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് നേതൃത്വം കൊടുത്ത ആരോഗ്യമന്ത്രിമാർ കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയത്. PPE കിറ്റിട്ട് നടക്കുന്ന ഷൈല ടീച്ചറുടെയും വീണ ജോർജിന്റെയും ഒക്കെ ചിത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെയുണ്ടായിരുന്ന ആരോഗ്യമന്ത്രിമാരുണ്ടായിരുന്ന സംസ്ഥാനത്താണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി രോഗം സ്ഥിരീകരിച്ചിട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാതെ രോഗം സ്ഥിരീകരിച്ചു എന്നറിഞ്ഞ നിമിഷം കോഴിക്കോട് നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ പിടിച്ച് തിരുവനന്തപുരത്തേക്ക് 100 പാഞ്ഞത്. ഒന്നോർത്ത് നോക്കൂ, ആ നാട്ടിലെ മനുഷ്യരോട് ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്ക്, ഈ പറയുന്ന ആരോഗ്യ വകുപ്പിന്, ഇപ്പോഴത്തെ UDF സർക്കാരിന് എത്രമാത്രം ഉത്തരവാദിത്വമുണ്ട്. അല്പമെങ്കിലും ദയയോ മനുഷ്യത്വമോ ഉത്തരവാദിത്വമോ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകില്ലായിരുന്നോ? അതുമാത്രമല്ല, DMO ഇല്ല. ആ ജില്ലയ്ക്ക് ആരോഗ്യ സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട പദവി ഒഴിഞ്ഞു കിടക്കുകയാണ് ആഴ്ചകളായിട്ട്. പുതിയ സർക്കാർ വന്നപ്പോൾ ആ പദവിക്ക് വേണ്ടി വടംവലി നടക്കുകയാണ് അവരുടെ പാർട്ടിക്കുള്ളിൽ ഇഷ്ടക്കാരെ നിയമിക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യ ജീവൻ വച്ചാണ് ഈ കളികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ.